വെൽക്കം ബാക്ക് ടു ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ട്. മൈ നെയിം ഈസ് ധനിയ ജോർജ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇന്ന് മൺഡേ 27 ഏപ്രിലാണ്. 2 ഡേയ്സിന് ശേഷം മാർക്കറ്റ് വീണ്ടും റീ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇന്നത്തെ ഒരു ഫോറക്സ് മാർക്കറ്റിൽ ഗോൾഡിന്റെ ഒരു അനാലിസിസ്, ഒരു മൂവ്മെന്റ് എങ്ങനെയാണ് എന്നുള്ള ഏകദേശം ഒരു ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിങ്ങിന് ശേഷം ഏകദേശം 10 o'clock വരെയുള്ള ഒരു മൂവ്മെന്റിന്റെ അനാലിസിസിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. മെയിൻലി നമ്മളൊരു ഇൻട്രാഡേ അല്ലെങ്കിൽ ഒരു ഡേ ടൈം മാർക്കറ്റ് അനാലിസിസ് ആണ് കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണ്. ഗോൾഡിൻ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു രീതിയിൽ തന്നെയായിരിക്കണം മാർക്കറ്റ് മൂവ് ചെയ്യുക എന്ന് യാതൊരു ഗ്യാരണ്ടിയുമില്ല. ഈ ഒരു വീഡിയോ കണ്ട് ട്രേഡ് ചെയ്ത് എന്തെങ്കിലും തരത്തിലുള്ള ലോസുകളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഉണ്ടായിരിക്കുന്നതല്ല. ട്രേഡ് ചെയ്യുന്നത് എപ്പോഴും സ്വന്തം റിസ്ക് മാത്രമായിരിക്കും. അപ്പൊ ഇന്നത്തെ ഒരു അനാലിസിസ് എന്ന് പറയുമ്പോൾ, ഇന്ന് രാവിലെ നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ആയ സമയത്ത് വലിയ രീതിയിലുള്ള ഒരു സെല്ലായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 4721 നിന്ന് 4672 വരെ മാർക്കറ്റ് ഡൗൺ ആയതിനു ശേഷം നിലവിൽ 4730 വരെ മാർക്കറ്റ് കയറിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ലോവസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 4672, ഹയസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 4729-30 റേഞ്ചിലാണ് മാർക്കറ്റ് വന്നിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ ഒരു ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് ഇപ്പോഴും സെല്ല് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഒരു ഓവറോൾ ട്രെൻഡ് ബൈ സെൽ എന്നുള്ള രീതിയിൽ കൺഫർമേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് സൈഡിലേക്കും ട്രേഡ് എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കൂടുതലാണ്. പക്ഷെ നിലവിൽ മാർക്കറ്റിന്റെ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് ബൈ ഡയറക്ഷൻ ആണ്. അപ്പൊ ഹയർ ടൈം ഫ്രെയിമുകളെല്ലാം ബൈയിലേക്ക് മാറിക്കഴിഞ്ഞാൽ മാർക്കറ്റ് വലിയ രീതിയിൽ ഹൈയിലേക്ക് പോകാനുള്ള, അപ് ട്രെൻഡിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. എന്നിരുന്നാൽ പോലും 4728, 730, 32, 40 റേഞ്ചുകൾ എന്നൊക്കെ പറയുന്നത് വളരെ വലിയൊരു റെസിസ്റ്റൻസ് ഏരിയകളാണ്. അവിടെ നിന്നൊക്കെ വലിയൊരു സെല്ല് കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. 4744, 45 മുകളിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് എല്ലാം ബൈയിലേക്ക് മാറുകയും മാർക്കറ്റ് വീണ്ടും 4760, 70 റേഞ്ചുകളിലേക്കും 80 റേഞ്ചുകളിലേക്കൊക്കെ വലിയ രീതിയിൽ മൂവ്മെന്റ് മുകളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. നേരെ മറിച്ച് 4729, 40 റേഞ്ചുകളിൽ നിന്നെല്ലാം മാർക്കറ്റ് ഡൗണിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് 4672 ലെവലിലേക്കൊക്കെ മാർക്കറ്റ് വീണ്ടും വരാനുള്ള സാധ്യതകളുണ്ട്. മാർക്കറ്റിന് ഒരു വലിയൊരു റെസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ നിലവിലുണ്ട്. മുകളിലേക്ക് പോകാനായിട്ട് വലിയ റെസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വലിയ റിജക്ഷൻസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. നമുക്ക് രണ്ട് സൈഡിലേക്കും ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 4700, 710 റേഞ്ചിനുള്ളിൽ നമുക്ക് വലിയൊരു സപ്പോർട്ട് ഏരിയ ആണ്. അവിടെ നിന്ന് ബൈ പ്ലേസ് ചെയ്താൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 4728 to 4740 റേഞ്ചുകളൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. അവിടെ നിന്നൊക്കെ മാർക്കറ്റ് ഡൗണിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. അവിടെ നിന്നും ഒരു സെൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 4680, 70, 88 റേഞ്ചുകളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയയാണ്. 4672 ബ്രേക്ക് ചെയ്ത് നിന്നാൽ മാത്രമാണ് മാർക്കറ്റ് വീണ്ടും വലിയൊരു സെല്ലിലേക്ക് പോവുക. അതുപോലെ തന്നെ 4746 ബ്രേക്ക് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ മാർക്കറ്റ് വലിയൊരു ബൈയിലേക്ക് പോകാനുള്ള സാധ്യതകളും കൂടുതലാണ്. അപ്പൊ അതിനുള്ളിലാണ് നമ്മളുടെ എൻട്രി പോയിന്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ മാർക്കറ്റ് നല്ല രീതിയിൽ വാച്ച് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ബൈ ആയാലും സെല്ലായാലും പ്ലേസ് ചെയ്യുക. നിലവിൽ ഡയറക്ഷൻ ബൈയിലേക്കാണ് കാണിക്കുന്നതെങ്കിലും സ്റ്റിൽ മാർക്കറ്റിന്റെ ഓവറോൾ ട്രെൻഡ് സെല്ലിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ വലിയൊരു റിജക്ഷൻസിനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ബൈ എടുക്കുമ്പോൾ വളരെയധികം കെയർഫുൾ ആയിട്ട് മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏത് ബൈ ആയാലും സെല്ലായാലും കറക്റ്റ് എസ്എല്ലും കറക്റ്റ് ടാർഗറ്റും വെച്ചിട്ട് മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളുടെ ടെലഗ്രാം VIP ടെലഗ്രാം ചാനലിലാണ് നമ്മൾ മാർക്കറ്റ് SISD അനാലിസിസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. താല്പര്യമുള്ളവർക്കൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫ്രീ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ May 1 മുതൽ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ മാർക്കറ്റ് അനാലിസിസ്, ഒരു 3 അപ്ഡേറ്റ്സ് പ്ലസ് നമ്മൾ ലൈവ് ആയിട്ടുള്ള മാർക്കറ്റ് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്തിട്ട് അതിലും ജോയിൻ ചെയ്യാവുന്നതാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.